സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി. വാജ്പേയിയുടെ സമാധി സ്ഥലമായ സദൈവ് അടൽ സ്ഥലിലും ദേശീയ യുദ്ധസ്മാരകത്തിലും അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. നിയുക്ത മന്ത്രിമാരുമായി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് മനസ്സിലാകുന്നു. ആർ രാധാകൃഷ്ണൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചേർന്നു. രാധാകൃഷ്ണൻ, തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലേ? ഡൽഹിയിൽ മന്ത്രിമാരുടെ ലിസ്റ്റ് ആയി കഴിഞ്ഞോ? ഇന്ന് രാവിലെ നരേന്ദ്രമോദി രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദിവസം ആരംഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇനി മടങ്ങി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയതിനു ശേഷമായിരിക്കും ഈ അന്തിമമായിട്ടുള്ള ലിസ്റ്റ് രാഷ്ട്രപതി ഭവന് കൈമാറുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതിനുശേഷം ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി. അവിടെ എത്തിയത് രാജ്നാഥ് സിംഗിനും JP നദ്ദയ്ക്കും ഒപ്പമാണ്. അദ്ദേഹം ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയത്. ദേശീയ യുദ്ധസ്മാരകത്തിൽ നമ്മുടെ ധീര ദേശാഭിമാനികളായിട്ടുള്ള വിവിധ ഭീകരാക്രമണങ്ങളിലടക്കം ജീവൻ ബലിയർപ്പിച്ച സൈനികർക്ക് അദ്ദേഹം അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം അടൽ ബിഹാരി വാജ്പേയിയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിലും സന്ദർശനം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ലിസ്റ്റ് പൂർണ്ണമാക്കുന്നതും ആയി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഈ ചർച്ചകൾ ഇന്നലെ ഏതാണ്ട് രാത്രിയോടുകൂടി തന്നെ പൂർത്തിയാക്കി കരട് ലിസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ കരട് ലിസ്റ്റിൽ നിന്ന് അവസാന വാക്ക് അത് നരേന്ദ്രമോദിയുടെ തന്നെയായിരിക്കും. അദ്ദേഹമായിരിക്കും അതിൽ നിന്ന് തീരുമാനം കൈക്കൊള്ളുക. ഘടകകക്ഷി മന്ത്രിമാരുടെ അടക്കം ലിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ആ ലിസ്റ്റ് എല്ലാം കമ്പൈൻ ചെയ്ത് രാഷ്ട്രപതി ഭവനിലേക്ക് ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ എത്തും. ആ 10 മണിക്ക് എത്തിക്കുന്ന സാഹചര്യത്തിൽ അത് അവിടെ നിന്ന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഈ MPമാരെ, നിലവിൽ നിയുക്ത MPമാർ എന്ന് പറയാവുന്നവരെ വിളിച്ച് സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ക്ഷണിക്കും. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു നൽകുകയും ചെയ്യും. ചില വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ ഇന്നും ഘടകകക്ഷികളും BJPയും തമ്മിൽ നടക്കുന്നുണ്ട്. അതേതെങ്കിലും വിധത്തിൽ മന്ത്രിസഭ വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് ക്രമീകരണങ്ങൾ സംബന്ധിച്ച് NDA എന്നുള്ളത് ഒരു കൂട്ട് സർക്കാരിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കേവല ഭൂരിപക്ഷം BJPക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ ഭരണം സുഗമമാക്കുന്നതിന് ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം തേടുന്ന ഒരു വേദി അത് രൂപീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും തീരുമാനിക്കുക. അത് തീരുമാനിക്കാനായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ ഈ ഘടകകക്ഷി നേതാക്കന്മാരും ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അവർ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടും. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കരട് പട്ടികയിൽ നിന്ന് തയ്യാറാക്കിയ മന്ത്രിസഭാ അംഗങ്ങളുടെ പട്ടിക രാഷ്ട്രപതിക്ക് 10 മണിയോടുകൂടി കൈമാറുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. നമ്മുടെ SK ബാങ്കേഴ്സ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. താങ്കൾ ഈ ബാങ്കേഴ്സിൽ നിന്ന് പുറത്തു വരണം. 24 ചാനലിന് സുരേഷ് ഗോപിയും BJP എത്ര കോടി രൂപ തന്നു? സുരേഷ് ഗോപിയുടെ പുകഴ്ത്തൽ മാത്രമാണല്ലോ കുറേ ദിവസമായി ചാനലിൽ ഇത്രയും കേൾക്കുന്നത്. ചാനൽ ഇത്രയും കുഴലൂത്ത് വേണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിലൊരു കക്ഷി രാഷ്ട്രീയമൊന്നും താങ്കൾ കൽപ്പിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ നിന്ന് ചലച്ചിത്ര ലോകത്ത് ഇത്രയും വിഖ്യാതനായ ഒരു സൂപ്പർ സ്റ്റാർ, അതിനുപരി നമ്മളോടൊക്കെ എപ്പോഴും ബന്ധങ്ങൾ നിലനിർത്തിയിട്ടുള്ള ഒരാൾ, നമുക്കൊക്കെ ആവശ്യമുള്ള സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൊല്ലം സുധിയുടെ മരണം പോലുള്ള സമയത്തൊക്കെ തന്നെ അദ്ദേഹം അവസരത്തിനും ഉയർന്നിട്ടുള്ളതൊന്നും ഞാൻ മറക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആകെ മലയാളികൾക്ക് അഭിമാനമാണ് വളരെ ശക്തനായ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ വരുന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നമ്മളത് കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കേരളത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാലോ എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ചിലപ്പോൾ അദ്ദേഹത്തിന് പലതും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയും. കേരളത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഈ ബാങ്കറിന് അറിയാമല്ലോ. എൻ്റെ ബാങ്കറെ നമ്മൾ കാത്തിരിക്കുക.